അപ്പം എന്തായാലും ഉലുവാപ്പൊടി ഇട്ടുള്ള അവസാനത്തെ മീനിട്ടുള്ള ഒരു കറക്കമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും അവസാനത്തെ ഈ കറക്കം കഴിഞ്ഞ് നല്ല അടിപൊളി സ്മെല്ലും വരുന്നുണ്ട്. കാരണം ആ ഉലുവാപ്പൊടിയൊക്കെ ലാസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെയൊക്കെ മണം നല്ല കിടുക്കായി ചെയ്തിട്ടുണ്ട്. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ മീൻകറി ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും മീൻകറി ചോറിലേക്ക് ആവശ്യത്തിന് മീൻകറി ഇട്ടു. അങ്ങനെ നമ്മൾ വറുത്ത് വെച്ച മീനും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു നോക്കി ഗൈസ്. അടിപൊളിയായിട്ട് നല്ലൊരു കിടിലൻ മീൻ കറി. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ മീൻ കറി മാത്രമല്ല ആക്കിയത്, ഞാൻ വേറൊരു സംഭവം കൂടി ചെയ്തത്. നമ്മുടെ ചെറിയ മീനുകളൊക്കെ ഞാൻ നൈസായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ മീനുകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അങ്ങനെ ആ മീനുകളൊക്കെ കൂടി ഫ്രൈ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ടല്ലേ മീൻ എന്ത് സോഫ്റ്റ് അല്ല, മീൻ കറി വെച്ച് നല്ല അടിപൊളി മീനായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു മീൻ, അതായത് ഇവിടെ വന്ന് ഫ്രഷ് ആയിട്ട് പുഴയിൽ പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നേരെ വന്നു കറിയാക്കി. അങ്ങനെ ഒരു ഫ്രഷ് മീൻ കഴിച്ച് ഇവിടെ വന്നിട്ട് അതിന് ശേഷം നമ്മൾ ക്രിസ്പി ആയി കിട്ടില്ല നമ്മുടെ വറുത്ത മീനും അതും അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ ബൈ ബൈ.